90% മാതാപിതാക്കളും സ്വന്തം കുട്ടികളിൽ നിന്നുള്ള ബഹുമാനം സ്വയം ഇല്ലാതാക്കുന്നു, അവർക്കത് മനസ്സിലാകുക പോലുമില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറുമൊരു ഉപദേശമല്ല. ഇത് നിങ്ങൾ സമയത്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം തകർന്നേക്കാവുന്ന ഒരു കൈപ്പേറിയ സത്യമാണ്. നിങ്ങളുടെ വിരൽ പിടിച്ചു നടന്നിരുന്ന ആ കുട്ടി വലുതാകുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ അവഗണിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുകളിൽ ദൈവത്തെ കണ്ടിരുന്ന അതേ കുട്ടി, അവൻ ഒരു ദിവസം നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളെ വെല്ലുവിളിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങളുടെ വിലയില്ലാതാക്കുന്ന ആ അപകടകരമായ മാറ്റം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ സത്യമെന്തെന്നാൽ തെറ്റ് കുട്ടികളുടേതല്ല. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മാതാപിതാക്കൾ സ്വയം വെളിപ്പെടുത്തുന്ന ആ 5 കുടുംബ രഹസ്യങ്ങളുടേതാണ് തെറ്റ്. എന്നാൽ ഇവിടെയാണ് 90% മാതാപിതാക്കളും ഭയപ്പെടുത്തുന്ന ഒരു മാനസികമായ തെറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് മോഡേൺ പാരന്റിംഗ് എന്ന പേരിൽ ഒരു ആശയം വളരെ വേഗത്തിൽ പ്രചരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണമെന്ന്. കുട്ടികളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകാൻ നമ്മളോട് പറയുന്നു. യാതൊരു രഹസ്യങ്ങളും പാടില്ല എന്ന്. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നാം നമ്മുടെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നു. അവരുമായി എല്ലാം പങ്കിടാൻ നാം ആഗ്രഹിക്കുന്നു. നമുക്കിടയിൽ ഒരു മറയും ഉണ്ടാകരുതെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാം തുറന്നു പറയുന്നത് ശരിക്കും സ്നേഹമാണോ? മനഃശാസ്ത്രവും നീതിശാസ്ത്രവും വിശ്വസിക്കുന്നത് സൗഹൃദം സമന്മാർക്കിടയിലാണെന്നാണ്. എവിടെ സമത്വം വരുന്നുവോ അവിടെ ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്ന അച്ചടക്കത്തിന്റെയും ബഹുമാനത്തിന്റെയും ആ പവിത്രമായ അതിരുകൾ മങ്ങാൻ തുടങ്ങും. ഒരു കുട്ടിക്കൊരു സുഹൃത്തിനേക്കാൾ കൂടുതൽ വേണ്ടത് ഒരു വഴികാട്ടിയെയാണ്. നിങ്ങളൊരു തുറന്ന പുസ്തകമായാൽ കുട്ടികൾ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിയെടുക്കും. അവിടെ രഹസ്യത്തിന്റെയും ബഹുമാനത്തിന്റെയും അതിരുകൾ അവസാനിക്കുന്നു. അവിടെ നിന്ന് കുട്ടികൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങുന്നു. സ്നേഹം അതിന്റെ സ്ഥാനത്താണ്. എന്നാൽ ഒരു കുടുംബത്തിന് സന്തുലിതാവസ്ഥയും സുരക്ഷിതത്വവും നൽകുന്നതിന് മാതാപിതാക്കൾ അല്പം നിഗൂഢതയുള്ളവരും സ്ഥിരതയുള്ളവരുമായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെയും ഏറ്റവും ഗൗരവമേറിയതുമായ കുടുംബരഹസ്യം ജനിക്കുന്നത്. അത് എന്തു വില കൊടുത്തും നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. നിങ്ങളുടെ വീടിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ മുഴുവൻ സത്യവും. നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് നൽകരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര വലിയ തുകയുണ്ടെന്നോ, നിങ്ങൾ അവർക്കായി എത്രമാത്രം സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ വീട്ടിൽ എത്ര വലിയ കടമുണ്ടെന്നോ അവരോട് പറയരുത്. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ഇതിലെന്താണ് തെറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. കുട്ടികൾക്ക് വീടിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാമെങ്കിൽ മാത്രമേ അവർക്ക് ഉത്തരവാദിത്തമുണ്ടാകൂ എന്ന് തോന്നും. എന്നാൽ ഇവിടെ അപകടകരമായ ഒരു സത്യം മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് ധാരാളം പണമുണ്ടെന്ന് നിങ്ങളുടെ കുട്ടിയെ ബോധ്യപ്പെടുത്തുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ അവനിലെ കഠിനാധ്വാനം ചെയ്യാനുള്ള വിശപ്പിനെ വേരോടെ നശിപ്പിക്കുകയാണ്. കുട്ടിയുടെ ഇളംമനസ്സ് ഈ വിവരത്തെ ഒരു പ്രചോദനമായല്ല, മറിച്ച് ഒരു സുരക്ഷാവലയായിട്ടാണ് എടുക്കുന്നത്. മാതാപിതാക്കൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുമ്പോൾ താൻ എന്തിന് കഷ്ടപ്പെടണം എന്ന് അവന്റെ ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. അവൻ പതുക്കെ അലസനാകാൻ തുടങ്ങുന്നു. അവന്റെ പ്രതീക്ഷകൾ വാനോളം ഉയരുന്നു. നിങ്ങളുടെ എല്ലാ സമ്പാദ്യത്തിലും തനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് തോന്നുന്ന ഒരു അമിത അവകാശബോധത്താൽ അവൻ നിറയുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ അവന് വിലയേറിയ ഒരു കാര്യം നിഷേധിച്ചാൽ നിങ്ങളുടെ നിസ്സഹായതയോ പണം ലാഭിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശ്യമോ അവൻ മനസ്സിലാക്കുന്നില്ല. അവൻ നിങ്ങളെ ഒരു പിശുക്കനായി കണക്കാക്കുന്നു. മറുവശത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെങ്കിൽ നിങ്ങൾ ദിവസവും കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ കടത്തെക്കുറിച്ചോ കരയുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം കൂടുതൽ വിനാശകരമാണ്. നിങ്ങളുടെ വേദന പങ്കുവയ്ക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കൊച്ചുകുട്ടിയുടെ വൈകാരിക സുരക്ഷിതത്വത്തെ നശിപ്പിക്കുകയാണ്. ലോകത്തെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ശക്തമായൊരു പാറയായിട്ടാണ് കുട്ടികൾ മാതാപിതാക്കളെ കാണുന്നത്. ആ പാറ ഇളകുന്നത് കാണുമ്പോൾ അവരിൽ വലിയൊരു ഭയവും അരക്ഷിതാവസ്ഥയും ഉടലെടുക്കുന്നു. സമ്പത്തിന്റെയും കുടുംബത്തിന്റെയും ആന്തരിക അവസ്ഥ ഒരിക്കലും പരസ്യമാക്കരുത് എന്ന് ചാണക്യനീതിയിൽ വളരെ കൃത്യമായൊരു തത്വമുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാതാപിതാക്കൾ പ്രാപ്തരാണെന്ന് മാത്രമേ കുട്ടികൾ അറിയേണ്ടതുള്ളൂ. എന്നാൽ ഓരോ സുഖസൗകര്യങ്ങളും അവരുടെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെയും കഴിവിലൂടെയും മാത്രമേ അവർക്ക് ലഭിക്കൂ എന്ന് അവർ മനസ്സിലാക്കണം. പണത്തിന്റെ സത്യം മറച്ചുവെക്കുന്നത് ഒരു വഞ്ചനയല്ല, മറിച്ച് നിങ്ങളുടെ കുട്ടിയെ സ്വയം പര്യാപ്തനും കർമ്മനിരതനുമാക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണിത്. പണത്തിന്റെ കണക്കുകൾ പറയാതിരുന്നാൽ മാത്രം വീട്ടിലെ അന്തരീക്ഷം സുരക്ഷിതമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഒരു നിമിഷം നിൽക്കൂ, കാരണം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്ന രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ കുട്ടിയുടെ മാനസിക സമാധാനവുമായും നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സന്തോഷകരമായ ഒരു കുടുംബത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുന്ന ഒരു തെറ്റാണിത്. കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കുടുംബരഹസ്യം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വ്യക്തിപരമായ വഴക്കുകളും പരസ്പരമുള്ള ശത്രുതയുമാണ്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ദേഷ്യം തീർക്കാനോ സ്വയം ശരിയാണെന്ന് തെളിയിക്കാനോ
നാം സ്വന്തം കുട്ടികളെ നമ്മുടെ വൈകാരിക ചവറ്റുകുട്ടയാക്കുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. നിന്റെ അച്ഛൻ എനിക്കു വേണ്ടി എന്തു ചെയ്തു എന്ന് അമ്മ കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. പിതാവ് അമ്മയുടെ സ്വഭാവത്തെ ശപിക്കുന്നു. തന്റെ കുട്ടി ആരോഗ്യകരവും സന്തോഷകരവുമായ അന്തരീക്ഷത്തിൽ വളരണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ കുട്ടിയുടെ മുന്നിൽ പരസ്പരം പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഇളം മനസ്സിന് എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാപിതാക്കൾ രണ്ടുപേരും അവന് ഹീറോകളാണ്. നിങ്ങളിൽ ഒരാളുടെ പക്ഷം ചേരാൻ നിങ്ങൾ അവനെ നിർബന്ധിക്കുമ്പോൾ അറിയാതെ നിങ്ങൾ അവനെ ഒരു വിധികർത്താവിന്റെ കസേരയിൽ ഇരുത്തുകയാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പരസ്പര ബന്ധങ്ങളുടെ വിധികർത്താവാകുന്ന ദിവസം മുതൽ നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള അധികാരം നഷ്ടപ്പെടുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. കുട്ടികൾ വളരെ വൈകാരികതയുള്ളവരാണ്. തങ്ങളുടെ മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരും പതുക്കെ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തുന്നു. ആ സുരക്ഷിതമായ ഭവനം എന്ന സങ്കല്പത്തിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഭാര്യാഭർത്താക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ കിടപ്പുമുറിയുടെ പടിവാതിൽ കടക്കരുതെന്ന് നീതിശാസ്ത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം തരം താഴ്ത്തുമ്പോൾ ബന്ധങ്ങളിൽ പരിധികളില്ല എന്ന് നിങ്ങൾ അറിയാതെ അവരെ പഠിപ്പിക്കുകയാണ്. നാളെ അവർ വലുതാകുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെ മിണ്ടാതിരുത്താൻ നിങ്ങളുടെ ഭൂതകാലം അവരുടെ പക്കലുണ്ടാകും. സ്വന്തം ബന്ധം പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മാതാപിതാക്കൾ എന്നെ ജീവിതത്തിന്റെ എന്ത് പാഠമാണ് പഠിപ്പിക്കുക എന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ എത്ര കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും കുട്ടികളുടെ മുന്നിൽ നിങ്ങളെപ്പോഴും ഒറ്റക്കെട്ടായ ശക്തമായ ഒരു ടീമായി നിൽക്കണം. നിങ്ങളുടെ പരസ്പര തർക്കങ്ങൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ പരിഹരിക്കപ്പെടണം. നിങ്ങളുടെ ബന്ധത്തിന്റെ അന്തസ്സ് തന്നെയാണ് നിങ്ങളുടെ കുട്ടിക്കുള്ളിൽ നിങ്ങളോടുള്ള ആജീവനാന്ത ബഹുമാനം സൃഷ്ടിക്കുന്നത്. കേവലം പണവും കിടപ്പുമുറിയിലെ വഴക്കുകളും മറച്ചുവെച്ചാൽ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും സുരക്ഷിതമാകുമെന്നും നിങ്ങളുടെ ഉത്തരവാദിത്തം അവസാനിക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ മാതാപിതാക്കൾ സത്യസന്ധതയുടെയും സൗഹൃദത്തിന്റെയും പേരിൽ ചെയ്യുന്ന ആ മൂന്നാമത്തെ രഹസ്യം ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ അറിയാതെ തന്നെ തങ്ങളുടെ അവശേഷിക്കുന്ന അന്തസ്സും അധികാരവും ഇല്ലാതാക്കുകയാണ്. കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴും മറഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ വലിയ രഹസ്യം നിങ്ങളുടെ ഭൂതകാലത്തിലെ അബദ്ധങ്ങൾ, നിങ്ങളുടെ പഴയ തെറ്റുകൾ, ഒരു റോൾ മോഡൽ എന്ന നിങ്ങളുടെ ഇമേജിനെ ഒറ്റയടിക്ക് തകർക്കാൻ കഴിയുന്ന നിങ്ങളുടെ കഴിഞ്ഞകാലത്തെ രഹസ്യങ്ങൾ എന്നിവയാണ്. കുട്ടികളുമായി നമ്മുടെ യുവത്വത്തിലെ തെറ്റുകൾ പങ്കുവെക്കുന്നത് അവരെ അതിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പല മാതാപിതാക്കളും അഭിമാനത്തോടെയോ വികാരാധീനരായോ കുട്ടികളോട് പറയാറുണ്ട്, മകനെ, എന്റെ കാലത്ത് ഞാൻ ഈ മണ്ടത്തരം കാണിച്ചു, ആ വ്യക്തിയെ വിശ്വസിച്ച് ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. അല്ലെങ്കിൽ നിങ്ങളുടെ യുവത്വത്തിലെ ചില സംഭവങ്ങൾ, ഏതെങ്കിലും പ്രണയബന്ധം, അല്ലെങ്കിൽ ഇന്നുവരെ ലോകത്തിൽ നിന്നും മറച്ചുവെക്കപ്പെട്ട പഴയ കുടുംബ പ്രശ്നങ്ങൾ, താൻ വരുത്തിയ തെറ്റുകൾ തന്റെ കുട്ടി ആവർത്തിക്കരുതെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്. തന്റെ കുട്ടി തന്നേക്കാൾ മികച്ചതും സുരക്ഷിതവുമായ ജീവിതം നയിക്കണമെന്ന് മാത്രമാണ് ഒരു രക്ഷിതാവിന്റെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ലോകത്തിന്റെ തിരിച്ചടികളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഈ അമിതമായ പങ്കുവെക്കലിന്റെ മനഃശാസ്ത്രപരമായ സ്വാധീനം ആ പക്വതയില്ലാത്ത മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു നിമിഷം ചിന്തിക്കുക. ഡാർക്ക് സൈക്കോളജിയും ചൈൽഡ് സൈക്കോളജിയും വ്യക്തമായി പറയുന്നത് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ ഒരു മാതൃകയായി കാണുന്നു എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു വ്യക്തിയാണ്, അവരുടെ സൂപ്പർ ഹീറോയാണ്. അവരുടെ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിയുന്നത് നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്നാൽ നിങ്ങളും വഴിതെറ്റിപ്പോയിരുന്നു എന്ന് നിങ്ങൾ അവരോട് പറയുമ്പോൾ, നിങ്ങളും ഗുരുതരമായ തെറ്റുകൾ ചെയ്തുവെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും ഒരിക്കൽ പതറിയിരുന്നുവെന്നോ പറയുമ്പോൾ അവരുടെ ആ മിഥ്യാധാരണ തകരുന്നു. പെർഫെക്റ്റാണെന്ന ആ കിരീടം നിങ്ങളുടെ തലയിൽ നിന്ന് വീഴുന്നു. ഒരു വഴികാട്ടിയോ ഗുരുവോ തന്റെ പഴയ ബലഹീനതകൾ ശിഷ്യന്മാരുടെ മുന്നിൽ അനാവശ്യമായി പ്രകടിപ്പിക്കരുതെന്ന് നീതിശാസ്ത്രത്തിൽ വളരെ ആഴത്തിലുള്ള ഒരു തത്വമുണ്ട്. നിങ്ങളുടെ ആ പ്രഭാവലയം തകരുമ്പോൾ നിങ്ങൾ കുട്ടികളുടെ ദൃഷ്ടിയിൽ ഒരു പരമോന്നത വഴികാട്ടിയിൽ നിന്ന് താഴേക്ക് വീണ് ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു. ഇതിനുശേഷം അവരെ തെറ്റായ വഴിയിൽ പോകുന്നതിൽ നിന്ന് നിങ്ങൾ തടയുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത ഇതായിരിക്കും: നിങ്ങൾ എത്രത്തോളം ശരിയായിരുന്നു? നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇപ്പോൾ എന്നെ ധാർമ്മികത പഠിപ്പിക്കുന്നു. കുട്ടികളോട് കള്ളം പറയണമെന്നോ നിങ്ങളെത്തന്നെ ദൈവമായി തെളിയിക്കാൻ ശ്രമിക്കണമെന്നോ ഇതിനർത്ഥമില്ല. ജീവിത പാഠങ്ങൾ നൽകേണ്ടത് പ്രധാനമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളും ശരിയായ സമയത്തും ശരിയായ രീതിയിലും പറയുക എന്നതും ഒരുപോലെ പ്രധാനമാണ്. നിങ്ങളുടെ തെറ്റുകളുടെ സാരാംശവും പാഠവും നിങ്ങൾക്കവർക്ക് നൽകാൻ കഴിയും. എന്നാൽ ആ സംഭവത്തിന്റെ ആഴത്തിലുള്ളതും വിവാദപരവുമായ വിശദാംശങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ വരരുത്. നിങ്ങളുടെ ഭൂതകാലത്തിലെ വിവാദപരമായ രഹസ്യങ്ങൾ നിങ്ങൾ അവരുടെ മുന്നിൽ തുറന്നുകാട്ടിയ ദിവസം മുതൽ അവർ നിങ്ങളെ വിലയിരുത്താൻ തുടങ്ങി. ഓർക്കുക, തന്റെ മാതാപിതാക്കളെ വിലയിരുത്താൻ തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഴത്തിലും ബഹുമാനത്തിലും നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കാൻ കഴിയില്ല.
ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കുടുംബത്തെ നന്നായി കൈകാര്യം ചെയ്തുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിൽക്കൂ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന നാലാമത്തെ രഹസ്യം മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വിവേകമുള്ള മാതാപിതാക്കൾ പോലും സ്വന്തം വികാരങ്ങളിൽ ഒഴുകി കുടുങ്ങിപ്പോകുന്ന ഒരു വൈകാരിക കെണിയാണിത്. സ്വന്തം കുട്ടിയുടെ കുട്ടിക്കാലവും അവന്റെ മാനസിക സമാധാനവും അവർ തട്ടിയെടുക്കുകയാണെന്ന് അവർ പോലും അറിയില്ല. വളരെ ബുദ്ധിപൂർവ്വം നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾ മറച്ചുവെക്കേണ്ട നാലാമത്തെ കുടുംബരഹസ്യം അത് നിങ്ങളുടെ സ്വന്തം അമിതമായ മാനസികവും വൈകാരികവുമായ ബലഹീനതകൾ, നിങ്ങളുടെ ആഴത്തിലുള്ള ഭയങ്ങൾ, നിങ്ങളുടെ അരക്ഷിതാവസ്ഥ എന്നിവയാണ്. ജീവിതം എപ്പോഴും ഒരുപോലെയല്ല. പലപ്പോഴും നമ്മൾ പൂർണ്ണമായും തകർന്നു പോകുന്നൊരു കാലം വരും. ഭാവിയെക്കുറിച്ചുള്ള ഭയം നമ്മെ അലട്ടുന്നു. ജോലിയിലോ ബിസിനസ്സിലോ വലിയ നഷ്ടമുണ്ടാകുന്നു. അല്ലെങ്കിൽ നാം കടുത്ത സമ്മർദ്ദത്തിലും വിഷാദത്തിലും അകപ്പെടുന്നു. ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവിയുടെയും ഭാരം ഒരു രക്ഷിതാവിന്റെ ചുമലിലുണ്ട്. ഈ ഭാരം ചിലപ്പോൾ വളരെ വലുതാകുമ്പോൾ മനുഷ്യർ പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പല മാതാപിതാക്കൾക്കും സ്വന്തം കുട്ടികളുടെ മുന്നിൽ കണ്ണീരടക്കാൻ കഴിയുന്നില്ല. അവർ തങ്ങളുടെ നിസ്സഹായത പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. മോനെ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ഈ കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ തെരുവിലിറങ്ങേണ്ടിവരും. നമ്മൾ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. നമുക്കും വികാരങ്ങളുണ്ട്. അവ തുറന്നു പ്രകടിപ്പിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ഒരു കൊച്ചുകുട്ടിയോ കൗമാരക്കാരനോ തന്റെ അച്ഛനെയോ അമ്മയെയോ ഇത്ര നിസ്സഹായനായും ഭയപ്പെട്ടവനായും കാണുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്തു സംഭവിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ സുരക്ഷയുടെ ഒരു മതിലാണ്. ആ ശക്തമായ മതിൽ ഉള്ളിൽ നിന്ന് പൊള്ളയായി വിറയ്ക്കുന്നത് കാണുമ്പോൾ കുട്ടിയുടെ വൈകാരിക സ്ഥിരത എന്നേക്കുമായി ഇളകുന്നു. നിങ്ങൾ ഉള്ളിൽ ഭയപ്പെടുന്നുവെന്ന് കുട്ടി മനസ്സിലാക്കുമ്പോൾ അവന് സുരക്ഷിതത്വം തോന്നില്ല. മനഃശാസ്ത്രത്തിൽ ഇതിനെ പാരന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അവിടെ ഒരു കുട്ടി സമയത്തിനു മുമ്പേ വലുതാകുകയും മാതാപിതാക്കളുടെ മാനസിക ഉത്കണ്ഠകളുടെ ഭാരം ചുമക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് അവന്റെ മാനസിക വികാസത്തിന് വളരെ ദോഷകരമാണ്. മറുവശത്ത് കുട്ടി വലുതാകുമ്പോൾ ഇതേ കാര്യം മറ്റൊരു രൂപമെടുക്കുന്നു. ചില കുട്ടികൾ ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളോട് സഹതാപം കാണിക്കാൻ തുടങ്ങും. ഓർക്കുക, ബന്ധത്തിൽ സഹതാപം വരുമ്പോൾ അവിടെ നിന്ന് ബഹുമാനം വിടവാങ്ങുന്നു. സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് അവർക്ക് തോന്നുന്നതിനാൽ അവർ നിങ്ങളുടെ വാക്കുകൾ ഗൗരവമായി എടുക്കുന്നത് നിർത്തുന്നു. ഒരു കുടുംബനാഥൻ താൻ സംരക്ഷിക്കേണ്ട കുടുംബത്തിനു മുന്നിൽ തന്റെ അസ്വസ്ഥതയും തന്റെ ആഴത്തിലുള്ള ഭയവും ഒരിക്കലും വെളിപ്പെടുത്തരുതെന്ന് ചാണക്യനീതിയിൽ വളരെ പ്രസക്തമായൊരു തത്വമുണ്ട്. യുദ്ധക്കളത്തിൽ ഒരു ജനറൽ സ്വന്തം സൈന്യത്തിനു മുന്നിൽ കരയുകയും താൻ തോൽക്കുമെന്ന് ഭയപ്പെടുന്നതായി പറയുകയും ചെയ്താൽ ആ സൈന്യത്തിന് ഒരിക്കലും യുദ്ധം ജയിക്കാൻ കഴിയില്ല. അതുപോലെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ മാനസിക നിസ്സഹായത കാണിച്ചാൽ വീടിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥയും തകരും. ഇതിനർത്ഥം നിങ്ങളൊരു കല്ലായി മാറണമെന്നും ഒരിക്കലും ദുഃഖിക്കരുതെന്നുമല്ല. മാതാപിതാക്കളും മനുഷ്യരാണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അവരും ക്ഷീണിക്കുന്നു, അവർക്കും സങ്കടം വരും. എന്നാൽ നിങ്ങൾ സങ്കടം പ്രകടിപ്പിക്കുന്ന രീതി കുട്ടിയിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്ന തരത്തിലാകരുത്. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു, എന്നാൽ നമ്മൾ ഒരുമിച്ച് ഇത് പരിഹരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഭൂകമ്പമുണ്ടായാലും കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ മുഖത്ത് ഒരു ശാന്തതയും വിശ്വാസവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സങ്കടത്തിന്റെ കണ്ണുനീർ നിങ്ങളുടെ മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ വരുമ്പോൾ ആകാശം ഇടിഞ്ഞു വീണാലും അവരുടെ മാതാപിതാക്കൾ എല്ലാ സാഹചര്യങ്ങളെയും തങ്ങളുടെ വിവേകം കൊണ്ട് കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് തോന്നണം. നിങ്ങളുടെ ആ ശക്തവും ശാന്തവുമായ രൂപം തന്നെയാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് മുന്നിൽ ബഹുമാനത്തോടെ തലകുനിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. കൂടാതെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളോടും പോരാടാനുള്ള യഥാർത്ഥ ധൈര്യം അവർക്ക് നൽകുന്നതും. മുകളിൽ പറഞ്ഞ 4 രഹസ്യങ്ങളും നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഒരു രക്ഷിതാവെന്ന നിലയിലുള്ള നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ നിറവേറ്റിയെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിൽക്കൂ, കാരണം ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്ന 5ാമത്തെ രഹസ്യം മഹത്വം, ദയ, മനുഷ്യത്വം എന്നിവയുടെ പേരിൽ നാം ചിരിച്ചുകൊണ്ട് കുടിക്കുന്ന ഒരു മധുരമുള്ള വിഷമാണ്. ഇത് വളരെ വലിയൊരു തെറ്റാണ്. ഇത് നിങ്ങളുടെ സ്വന്തം രക്തത്തിന്റെ മനസ്സിൽ നിങ്ങൾക്കെതിരെ ഒരു വിചിത്രമായ പരാതി സൃഷ്ടിക്കും. അറിയാതെ തന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ സമ്പാദ്യത്തിൽ അവകാശം ഉന്നയിക്കാൻ തുടങ്ങും. വളരെ വിവേകത്തോടെ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്തേണ്ട 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കുടുംബരഹസ്യം അതാണ് നിങ്ങളുടെ രഹസ്യമായ ഉദാരത, മറ്റുള്ളവർക്കുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ കുടുംബത്തിനു പുറത്തു നൽകുന്ന ഏതെങ്കിലും വലിയ സംഭാവന. എല്ലാ മാതാപിതാക്കളുടെയും ഹൃദയം വളരെ വലുതാണ്. നാം ഒരു ദരിദ്രനെ സഹായിക്കുമ്പോഴോ ആവശ്യമുള്ള ഒരു ബന്ധുവിന് പണം നൽകുമ്പോഴോ ഒരു സുഹൃത്തിനെ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റുമ്പോഴോ നമുക്ക് വല്ലാത്തൊരു സമാധാനം ലഭിക്കുന്നു എന്നത് മനുഷ്യരായ നമ്മുടെ വളരെ നല്ലതും സ്വാഭാവികവുമായ ഒരു ശീലമാണ്. പലപ്പോഴും ഈ വികാരത്തിൽ വീട്ടിലെത്തി ഡൈനിങ് ടേബിളിൽ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ആ സഹായത്തെക്കുറിച്ച് സംസാരിക്കും. ഇന്ന് ഞാൻ നിന്റെ അമ്മാവനെ 500 രൂപ നൽകി സഹായിച്ചു.
അല്ലെങ്കിൽ ആ സുഹൃത്ത് വലിയ പ്രശ്നത്തിലായിരുന്നു, ഞാൻ അവനെ മുങ്ങിമരിക്കുന്നതിൽ നിന്നും രക്ഷിച്ചു. നമ്മുടെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്. ഇത് പറയുന്നതിലൂടെ നമ്മൾ നമ്മുടെ കുട്ടിക്ക് ദാനം, മതം, മനുഷ്യത്വം, പരോപകാരം എന്നിവയുടെ പാഠം പഠിപ്പിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ കുട്ടികളും വലുതാകുമ്പോൾ ദയയുള്ളവരായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നമുണ്ട്. പക്വതയില്ലാത്തൊരു കുട്ടിയോ കൗമാരക്കാരനോ ഈ കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? വീടിന് പുറത്തുള്ള ഒരാളെ നിങ്ങൾ സാമ്പത്തികമായി സഹായിച്ചുവെന്ന് നിങ്ങളുടെ കുട്ടിയോട് പറയുമ്പോൾ അവന്റെ തലച്ചോറിൽ മഹത്വത്തിന്റെയല്ല, മറിച്ച് അവകാശത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ചിന്തയാണ് ഓണാകുന്നത്. പുറത്തുള്ളവർക്ക് വേണ്ടി ചെലവാക്കാൻ അച്ഛനോ അമ്മയ്ക്കോ ഇത്രയധികം പണമുണ്ടെങ്കിൽ പിന്നെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് കുട്ടിയുടെ ഉപബോധമനസ്സ് ഉടൻ കണക്കുകൂട്ടുന്നു. നാളെ അവൻ നിങ്ങളോട് വിലയേറിയ ഒരു ഫോണോ പുതിയ ബൈക്കോ അല്ലെങ്കിൽ അവന്റെ വിനോദങ്ങൾക്കായി പണമോ ചോദിക്കുകയും പണത്തിന്റെ മൂല്യത്തെക്കുറിച്ചോ സമ്പാദ്യത്തെക്കുറിച്ചോ നിങ്ങൾ അവന് അറിവ് നൽകുകയും ചെയ്യുമ്പോൾ അവൻ നിങ്ങളുടെ വാക്കുകൾ ഒട്ടും മനസ്സിലാക്കില്ല. അവന്റെ മനസ്സിൽ വരുന്ന ഒരേയൊരു കാര്യം ഇതായിരിക്കും: നിങ്ങളുടെ ബന്ധുക്കൾക്ക് വിതരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിരുന്നു, ഇന്ന് എനിക്കായി നിങ്ങളുടെ കയ്യിൽ പണമില്ല. ചാണക്യനീതിയിൽ വളരെ വ്യക്തവും കർശനവുമായൊരു തത്വമുണ്ട്. ദാനധർമ്മങ്ങളും പരോപകാരങ്ങളും ഒരിക്കലും സ്വന്തം വീട്ടിൽ സ്വന്തം അവകാശികൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കരുത്. നീതിശാസ്ത്രമനുസരിച്ച് താൻ ചെയ്യുന്ന പരോപകാരങ്ങൾ സ്വന്തം വീടിന്റെ പടിവാതിൽക്കൽ വെച്ച് പറയുന്നവനറിയാതെ സ്വന്തം കുട്ടികളുടെ മനസ്സിൽ അസൂയയും കലാപവും സൃഷ്ടിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്കായി പണം ചിലവഴിക്കുന്നുവെന്ന് കുട്ടിക്ക് അറിയുമ്പോൾ അവൻ പലപ്പോഴും നിങ്ങളെ ഉദാരനായല്ല, മറിച്ച് വികാരാധീനനും മണ്ടനുമായാണ് കണക്കാക്കുന്നത്. പുറത്തുള്ള ആളുകൾ നിങ്ങളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുകയാണെന്നും അത് യഥാർത്ഥത്തിൽ അവന്റെ അവകാശമായ സ്വത്താണ് അവർ കൊള്ളയടിക്കുന്നതെന്നും അവന് തോന്നുന്നു. ഇതിന്റെ ഫലമായി അവൻ വലുതാകുമ്പോൾ അവൻ നിങ്ങളുടെ പണത്തിന്റെ കണക്ക് നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങുന്നു. അവൻ നിങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങുകയും നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഉദാരത നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു. ഇതിനർത്ഥം നിങ്ങൾ കുട്ടികളെ സ്വാർത്ഥരാക്കണമെന്നോ അവർക്ക് ദാനം ചെയ്യാൻ പഠിപ്പിക്കരുതെന്നോ അല്ല. തീർച്ചയായും പഠിപ്പിക്കുക, എന്നാൽ അതിന്റെ രീതി വ്യത്യസ്തമായിരിക്കണം. നിങ്ങൾ അവരെ മനുഷ്യത്വം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പോക്കറ്റ് മണി ഉപയോഗിച്ച് പാവങ്ങളെ സഹായിക്കാൻ അവരെ പഠിപ്പിക്കുക. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പഠിപ്പിക്കുക. എന്നാൽ നിങ്ങളുടെ സ്വന്തം വലിയ വരുമാനം, നിങ്ങളുടെ വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ പൂർണ്ണമായും രഹസ്യമായിരിക്കണം. നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്ന് പറയപ്പെടുന്നു. പിന്നെയാണ് കുട്ടികളുടെ കാര്യം. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മോഡേൺ പാരന്റിംഗ് എന്ന പേരിൽ കുട്ടികളുടെ ഒരു കൂൾ സുഹൃത്താകുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങളുടെ പ്രാധാന്യവും നിങ്ങളുടെ പദവിയും ഒരു വഴികാട്ടിയെന്ന നിലയിലുള്ള നിങ്ങളുടെ അസ്തിത്വവും തന്നെ ഇല്ലാതാക്കാൻ മാത്രം പ്രധാനമാണോ? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ ഉദ്ദേശ്യം കുട്ടികളോട് കള്ളം പറയുകയോ അവരെ വഞ്ചിക്കുകയോ ചെയ്യുക എന്നതല്ല. ഒരു മാതാപിതാക്കളുടെ സ്നേഹം അളവറ്റതും നിസ്വാർത്ഥവുമാണ്. അതിൽ സംശയമില്ല. നിങ്ങളുടെ ഓരോ ത്യാഗത്തിനു പിന്നിലും നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവി മാത്രമാണ് ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആഴമുള്ളതായിരിക്കണമോ നിങ്ങളുടെ അച്ചടക്കവും നിങ്ങളുടെ അതിരുകളും അത്ര തന്നെ വ്യക്തമായിരിക്കണം. തന്റെ മാതാപിതാക്കൾക്ക് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത മാന്യമായ ഒരു പരിധിയുണ്ടെന്ന് കുട്ടിക്കറിയുമ്പോൾ മാത്രമാണ് അവൻ നിങ്ങളെ ശരിക്കും വിലമതിക്കുന്നത്. പൂർണ്ണമായും വായിച്ചെടുക്കാൻ കഴിയുന്ന യാതൊരു അതിരുകളുമില്ലാത്ത ഒരു വ്യക്തിയെ ആളുകൾ പലപ്പോഴും നിസ്സാരമായി കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളൊരു സുതാര്യമായ കണ്ണാടിയല്ല, മറിച്ച് സുരക്ഷിതവും ശക്തവുമായ ഒരു മേൽക്കൂരയാകേണ്ടത്. നിങ്ങളുടെ ബാങ്കിന്റെയും സമ്പാദ്യത്തിന്റെയും സത്യം, നിങ്ങളുടെ കിടപ്പുമുറിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, നിങ്ങളുടെ അന്തസ്സ് കുറയ്ക്കുന്ന നിങ്ങളുടെ ഭൂതകാലത്തിലെ തെറ്റുകൾ, നിങ്ങളുടെ അമിതമായ മാനസികവും വൈകാരികവുമായ ബലഹീനതകൾ, നിങ്ങളുടെ രഹസ്യദാനം, ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന രഹസ്യങ്ങളാണ്. അത് നിങ്ങളുടെ കുടുംബത്തെ ഒരുമിച്ച് നിർത്താനുള്ള ഏറ്റവും വലിയ കവചമാണ്. കുടുംബം ഭയം കൊണ്ടല്ല, സന്തുലിതാവസ്ഥ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴും ഓർക്കുക. അളവറ്റ സ്നേഹവും അതേസമയം അതിരുകളുമുള്ള മനോഹരമായ ഒരു സന്തുലിതാവസ്ഥ. എവിടെ രഹസ്യവും ഒപ്പം പരസ്പരമുള്ള അചഞ്ചലമായ വിശ്വാസവുമുണ്ടോ അവിടെ നിങ്ങൾ ഈ സന്തുലിതാവസ്ഥ കൈവരിക്കുമ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ കുട്ടിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. അവൻ വലുതാകുമ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോടുള്ള ബഹുമാനം ഒരു രാജാവിന്റെ പദവിയേക്കാൾ കുറവായിരിക്കില്ല. അതിനാൽ ഇപ്പോൾ തന്നെ ഒരു പ്രതിജ്ഞയെടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാകില്ല, മറിച്ച് ബുദ്ധിമാനും സന്തുലിതവുമായ ഒരു രക്ഷിതാവാകും. നിങ്ങളുടെ വികാരങ്ങൾ, ബലഹീനതകൾ, നിങ്ങളുടെ കുടുംബ രഹസ്യങ്ങൾ എന്നിവയിൽ ആരോഗ്യകരമായ നിയന്ത്രണം സൂക്ഷിക്കുക. അതുവഴി നിങ്ങളുടെ കുടുംബം എപ്പോഴും നിങ്ങളുടെ ബഹുമാനത്തിലും നിങ്ങളുടെ സുരക്ഷിതമായ തണലിലും തഴച്ചു വളരും. നിങ്ങൾ ഈ ആഴത്തിലുള്ള സത്യം അംഗീകരിക്കുകയും ഈ വിവേകപൂർണമായ നിയമം ഇന്നു തന്നെ സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ പോയി പൂർണ്ണ അഭിമാനത്തോടെ ടൈപ്പ് ചെയ്യുക ഫാമിലി സീക്രട്ട്. നിങ്ങളുടെ ഈ ഒരു കമന്റ് നിങ്ങളുടെ കുടുംബത്തിന്റെ നിയമങ്ങളെ ഇന്ന് കൂടുതൽ ശക്തിപ്പെടുത്തി എന്നതിന്റെ തെളിവായിരിക്കും. കൂടാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട്
നിങ്ങളുടെ വേരുകൾ മുറിക്കുന്ന ആ വിഷമുള്ള ബന്ധുക്കളെ ചാണക്യനീതി അനുസരിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അടുത്ത വീഡിയോയിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ കുടുംബത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന, ജീവിതം മാറ്റിമറിക്കുന്ന സത്യമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുക. നന്ദി.